സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര നമസ്കാരം. ഗുരുപരമ്പരകൾക്ക് വന്ദനം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉത്തരരാമായണ പഠനത്തിൻ്റെ 5-ാം ദിവസത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും അതിലേക്ക് സുസ്വാഗതം അരുളുന്നു. ഇന്നത്തെ നമ്മുടെ പാരായണ ഭാഗം അധ്യായം 2 107-ാമത്തെ വരിയായ രാവണാദികളുടെ ഉദ്ഭവം മുതലാണ്. പുഷ്പക വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന അതിപ്രതാപിയായ വൈശ്രവണനെ സുമാലി കാണുകയുണ്ടായി. തൻ്റെ പുത്രിയായ കൈകസിയെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പുത്രിയോട് പറയുകയാണ്, നിനക്കും ഇതുപോലൊരു പുത്രനുണ്ടാവാൻ മോഹമുണ്ടെങ്കിൽ വിശ്രവസുമുനിയെ പോയി സേവിക്കൂ എന്ന്. തൻ്റെ ആഗ്രഹവും അതുതന്നെയാണെന്ന് മനസ്സിലാക്കി പിതാവിനോട് അനുവാദവും വാങ്ങി കൈകസി നേരെ ആ മേരുപർവ്വത താഴ്വരയിലെ തപോവനത്തിലേക്ക് യാത്രയായി. ഇതുവരെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പാരായണ ഭാഗം. ഇനി നമുക്ക് പാരായണം തുടരാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. വിശ്രുതനായ പുലസ്ത്യതനയനാം വിശ്രവസാം മുനി മുഖ്യമുപാസിച്ച് ചിത്തശുദ്ധ്യാ പലനാൾ ചെന്നനന്തരം നിത്യകർമ്മം കഴിപ്പാൻ മുനി പുങ്കവൻ അസ്തമയ സമയത്തിങ്കലേകതാം ഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ബ്രഹ്മപുത്രനായ പുലസ്ത്യമുനിയുടെ പുത്രനായ വളരെ കീർത്തികേട്ട വിശ്രുതനായ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ കീർത്തികേട്ട വിശ്രവസാകുന്ന വിശ്രവസ് എന്ന പേരോടുകൂടിയ മുനിമുഖ്യ മുനിശ്രേഷ്ഠൻ നിത്യവും ഉപാസനയോടുകൂടി ചിത്തശുദ്ധ്യ നിർമ്മല ഹൃദയത്തോട് പല ദിവസം പല നാൾ ഇങ്ങനെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മേരുപർവ്വത താഴ്വരയിൽ അദ്ദേഹത്തിൻ്റെ തപോവനത്തിൽ ഇങ്ങനെ തപസ്സനുഷ്ഠിച്ചു വരവേ നിത്യകർമ്മം കഴിപ്പാൻ മുനിപുങ്കവൻ, നിത്യകർമ്മത്തിനായിട്ട് ആ മുനിശ്രേഷ്ഠൻ അസ്തമ സമയത്തിങ്കലേകഥാ ഒരു ദിവസം അസ്തമ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ഭക്തിയോടുകൂടി താൻ സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. സന്താനമാശു ദേഹീതി ദേഹീതി എന്നന്തർമുദ വരിച്ചിടിനാൾ കൈകസി. യൗവനയുക്തയായ കൈകസി അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തോട് തനിക്ക് സന്താനമുണ്ടാവണം, സന്താനത്തെ തരണം എന്ന്. സന്താനം എന്താണ് പറഞ്ഞത്? സന്താനമാശു ദേഹീതി ദേഹീതി, സന്താനത്തെ തരണം, സന്താനത്തെ തരണം എന്ന് ഇപ്രകാരം അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ഉടൻ തന്നെ തൻ്റെ ജ്ഞാനദൃഷ്ടിയ മനസ്സിലായത് ആരാണെന്നും മറ്റും ചിന്തിച്ചു. അല്പനേരം ചിന്തിച്ചു. താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തു, ഹന്തകഷ്ടം തവ നിർബന്ധമീദൃശം. അഹോ, കഷ്ടമായി നിന്റെ ഈ സമയത്തുള്ള ഈ നിർബന്ധം ബുദ്ധി. ആ നിർബന്ധപ്രകാരം ഇങ്ങനെ തനിക്കിപ്പോൾ തന്നെ സന്താനത്തെ പ്രദാനം ചെയ്യണം എന്ന് പറയുന്നത് ദാരുണമായൊരു വേള ഇപ്പോൾ
അതു കാരണമുണ്ടാം പ്രജകളും എത്രയും ക്രൂരമതികളാം ദുഷ്ടരായേ വരൂ ഘോരമായൊരു സന്ധ്യാവേള കാരണാൽ. നിറഞ്ഞ ത്രിസന്ധ്യാ സമയമാണിപ്പോൾ. ഈ സമയത്ത് നീ സന്താനത്തിന് വേണ്ടി ഇങ്ങനെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്കുണ്ടാവുന്ന സന്താനം മഹാക്രൂരന്മാരായിത്തീരും, ദുർബുദ്ധികളായിത്തീരും, ദുഷ്ടന്മാരായിത്തീരും. എന്നതു കേട്ടു പറഞ്ഞിതു കൈകസി നന്നു നന്നിന്നരുൾ ചെയ്യുന്നതിങ്ങനെ, നന്നു നന്നിന്നരുൾ ഇങ്ങനെ. അങ്ങ് ഇങ്ങനെ പറയുന്നത് നല്ല കാര്യമായിപ്പോയി. പുഷ്ടതപോബലമുള്ള ഭവാൻ തനിക്കിഷ്ടരായി ഉണ്ടായി വരുന്ന തനയന്മാർ ദുഷ്ടരായി വന്നാൽ അത് നിന്തിരുവടിക്കൊട്ടുമേ കീർത്തിക്കു പോരാ തപോനിധേ. ഓ, ഏത് സമയമായാൽ എന്താണ്, സന്താനം അങ്ങയുടെ അല്ലേ. അവിടുത്തെ സന്താനം ദുഷ്ടനും ദുർബുദ്ധിയുമായി തീരുമെന്ന് അടിയൻ ഒരിക്കലും വിചാരിക്കുന്നില്ല എന്നാണ് കൈകസി പറഞ്ഞത്. അതുകൊണ്ട് അടിയന് സന്താന ഭാഗ്യം ഉണ്ടാക്കി തീർക്കണം, അതിനായി അടിയനെ അനുഗ്രഹിക്കണം എന്നാണ് കൈകസി അവിടെ നിർബന്ധമായിട്ട് പറഞ്ഞത്. എന്നതു കേട്ടരുൾ ചെയ്തു തപോധനൻ ഇന്നിതു കേട്ടുകൊൾകുത്തമേ കൈകസി. ഉണ്ടാം നിനക്കൊടുക്കത്തൊരു നന്ദനൻ കൊണ്ടൽ വർണ്ണനും അതിപ്രിയനാമവൻ. ഇത്രയുമൊക്കെ കേട്ടപ്പോൾ വിശ്രവസുമുനിക്ക് തോന്നി ഇവൾ പിന്മാറുന്ന ലക്ഷണമില്ല. സന്താന ഭാഗ്യം അപേക്ഷിച്ച് ആര് ചെന്നാലും അവരെ തിരസ്കരിക്കരുത് എന്നുള്ള ഒരു അലിഖിത നിയമം ഉണ്ട്. അല്ലെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ട് വിശ്രവസുമുനി പിന്മാറിയില്ല എന്ന്. അപ്പം അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിനക്ക് പുത്രന്മാരുണ്ടാകും, ക്രൂരന്മാരാകും, പക്ഷേ ഒടുവിലൊരു സന്താനം ഉണ്ടാക്കും. അവൻ വൈകുണ്ഠനാഥന് വളരെ പ്രിയപ്പെട്ടവനായി തീരും. ദീർഘാവലോകനമുള്ള ഗുണാലയൻ. പിന്നെന്തൊക്കെയാണ് പറയുന്നത്? നാളെ വളരെ ദീർഘദൃഷ്ടിയുള്ളവനായിരിക്കും അവൻ. ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം. അത്യന്തം ആയുഷ്മാനായിട്ടും ഭവിക്കും അവൻ. യുദ്ധമനുഗ്രഹം നൽകി മുനീന്ദ്രനും ബദ്ധമോദേന പോയാളവൾ കൈകസി. ഇങ്ങനെ ആ കൈകസിയെ അനുഗ്രഹിച്ചു. സന്തോഷത്തോടുകൂടി കൈകസിയും യാത്രയായി. ഗർഭവും പൂർണ്ണമായി വന്നോരനന്തരം അർഭകൻ തന്നെയും പെറ്റാൾ നിശാചരി. ആ രാക്ഷസ സ്ത്രീയായിരിക്കുന്ന കൈകസി പരിപൂർണ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. 10 തലയും 20 കൈകളും എത്രയും ഭീഷണനായി പിറന്നാനവൻ. പ്രധാന തലയ്ക്ക് പുറമെ 9 തലകൾ വേറെയും. അപ്പം മൊത്തം 10 തലകൾ. അതുപോലെ പ്രധാനമായ 2 കൈകൾക്ക് പാർശ്വങ്ങളിലായിട്ട് 18 കൈകൾ വേറെയും. മൊത്തം 20 കൈകൾ. ആകെ
ഭയങ്കരമായ ഒരു ഭീമാകാരനായിട്ടാണ് ആദ്യത്തെ പുത്രൻ ജനിച്ചത്. കൊണ്ടൽ നിറം പൂണ്ട നീലശൈലം പോലെ രണ്ടാമതും ഉടനുണ്ടായി ധന്യനും. രണ്ടാമത് തടിച്ച് ഭീമാകൃതിയിൽ, അങ്ങനെ നീലശൈലം പോലെ, എന്താ പറയുക, നീലപർവ്വതം പോലെ അവൻ്റെ ആ ശരീരത്തിൻ്റെ ആകൃതിയും നിറവും. അങ്ങനെയുള്ള ഒരുവൻ രണ്ടാമതുണ്ടായി. മൂന്നാമതുണ്ടായതും ഒരു രാക്ഷസി, ചാർന്നു ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാർ. മൂന്നാമത് ജനിച്ചത് ഒരു പെൺപ്രജയാണ്. അവിടെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഈ കുട്ടികളെ കണ്ട് വളരെ സന്തോഷം ഉണ്ടായി. പിന്നെ നാലാമതുണ്ടായാൻ ഒരു പുമാൻ, ധന്യനായി ഭാഗവതോത്തമനായടോ. നാലാമതായിട്ട് ഉണ്ടായ കുമാരൻ ഭാഗവതോത്തമനാണ്, വിഷ്ണു ഭക്തനാണ്, ധന്യനാണ്, ദിവ്യ ചൈതന്യവും മറ്റുമുള്ളവനാണ്. നാമം ദശമുഖനും കുംഭകർണനും ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചിതു താതനും. ശൂർപ്പണഖേതി ഭഗിനിക്കു പ്രീതി പൂണ്ടിടിനാൾ കൈകസിയും തഥാ. 4 പേർക്കും പ്രത്യേകം നാമങ്ങളും കൊടുത്തു. 10 തലയുള്ള ആദ്യത്തെ പുത്രന് ദശമുഖൻ എന്ന് പേരിട്ടു. പിന്നെ രണ്ടാമത്തെ ആള്, അവൻ്റെ വിശാലങ്ങളായ ആനയുടെ ചെവി പോലെയാണ് അവൻ്റെ ചെവി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കുംഭകർണൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അത് പിന്നെ പ്രത്യേകിച്ച് ആ വലിയ ചെവി, ആനച്ചെവി പോലെ ഇരിക്കുമെങ്കിലും അത് ഇങ്ങനെ തടിച്ച് ഉരുണ്ട് ഇരിക്കുന്നത് കൊണ്ട് കുംഭം പോലെ ഇരിക്കുകയാണത്. അപ്പോൾ അതുകൊണ്ട് കുംഭകർണൻ എന്നവന് പേരിട്ടു. നമ്മുടെ ഇടയിലാണെങ്കിൽ ഇതൊക്കെ ഇരട്ട പേരുകളായിട്ട് മാറും അല്ലേ. പിന്നെ ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചിതു. നാലാമത്തെ പുത്രന് വിഭീഷണൻ എന്നാണ് പേരിട്ടത്. ദിവ്യ ചൈതന്യം കൊണ്ടും സൗകുമാര്യം കൊണ്ടും ഒക്കെ ശോഭിച്ചിരുന്ന ആ പുത്രനെ വിഭീഷണൻ എന്ന് പേരിട്ടു. 3ാമത്തെ പുത്രിക്ക് എന്താണ് പേരിട്ടത്? ശൂർപ്പണഖ. ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം എന്ന് പറയും. അങ്ങനെ മുറം പോലെ പരന്നിരിക്കുന്ന നഖത്തോട് കൂടിയവൾ എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ 4 പേർക്കും പേരിട്ട് കഴിഞ്ഞു. പ്രീതി പൂണ്ടിയിടിനാൾ കൈകസിയും തഥാ. മക്കളെയൊക്കെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി ഇവരൊക്കെ ത്രൈലോക്യ ജേതാക്കന്മാരായിട്ട് മാറും എന്ന്. അങ്ങനെ ആ ഉള്ളിലെ ആനന്ദത്തോടു കൂടി ഇങ്ങനെ കൈകസിയും ഇരുന്നു. മക്കളോടും കൂടി ശ്ലേഷ്മോദകാടവിപുക്കു സുഖേന വാണിടും ദശാന്തരേ. ശ്ലേഷ്മോദകാടവി, ശ്ലേഷ്മോദകമെന്ന് പറയുന്ന ആ കാനനത്തിൽ തൻ്റെ മക്കളോടും കൂടി സന്തോഷത്തോടു കൂടി കഴിയുകയായിരുന്നു കൈകസി. ആ സമയത്ത് പുഷ്കരമാർഗേണ പുഷ്പകത്തിന്മേലെ ദിക്കുകളൊക്കെ വിളങ്ങുമാറങ്ങനെ രാജിതനാകിയ താതനെ വന്ദിപ്പാൻ രാജരാജൻ മുതാ പോകുന്നതു നേരം കണ്ടു ചൊന്നാൾ മകൻ തന്നോടു കൈകസി. കണ്ടോ തവാഗ്രജൻ പോകുന്ന കോപ്പു നീ. ഈ രാജരാജാവായിരിക്കുന്ന വൈശ്രവണൻ കുബേരൻ ഇങ്ങനെ പുഷ്പക വിമാനത്തിൽ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു പുത്രൻ
നിനക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞാണല്ലോ സുമാലി കൈകസിയെ പ്രേരിപ്പിച്ച് അങ്ങോട്ട് അയച്ചത്. ഇപ്പൊ വീണ്ടും ഇതാ മുകളിൽ കൂടി ഇങ്ങനെ പറന്നു പോകുന്നു. അതേ കുബേരൻ തന്നെ. എന്നിട്ട് അദ്ദേഹത്തെ നോക്കി ഇപ്പോൾ തൻ്റെ പുത്രനായ ദശമുഖനോട് കൈകസി പറയുകയാണ്, കണ്ടോ തവാഗ്രജൻ പോകുന്ന കോപ്പ് നീ കണ്ടില്ലയോ? എത്ര പ്രൗഢിയോടുകൂടിയാണ് അവൻ അങ്ങോട്ട് പോകുന്നതെന്ന്. അത് നിന്റെ ജ്യേഷ്ഠനാണ്. ഇന്നു നിനക്കും ഇവനും ഒരു മുനി തന്നെ പിതാവ്, അതുകൊണ്ടെന്തൊരു ഫലം. നിന്റെ അച്ഛനും അവന്റെ അച്ഛനും ഒരാള് തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഇനി രാവണാദികളുടെ തപസ്. എന്നു ജനനി പറഞ്ഞതു കേട്ടുടൻ ചൊന്നാൻ ദശമുഖൻ, അമ്മേ ധരിക്ക നീ. ഇപ്രകാരം ജനനി പറഞ്ഞപ്പോൾ, തൻ്റെ അമ്മ പറഞ്ഞപ്പോൾ അമ്മയോട് പറയുകയാണ്, അമ്മേ നീ ഒന്നറിയണം. എന്ത്? ഇന്നിവൻ തന്നിലുമേറ്റം അധികനായി വന്നുകൂടും ഞാൻ, അതിനില്ല സംശയം. ഇന്നിവനേക്കാളിലും കേമനായിട്ട് വരും ഞാൻ, അതിന് യാതൊരു സംശയവുമില്ല. എല്ലാം തപോബലം കൊണ്ടേ മനോരഥം, എല്ലാവനും സാധ്യമായി വരൂ നിർണയം. ഇതുവരെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുള്ളത് ദൃഢനിശ്ചയത്തോടുകൂടി ആ ഒരു കാര്യത്തിനു വേണ്ടി മനസ്സും ശരീരവും അർപ്പിച്ചാലേ പറ്റൂ. അതുകൊണ്ട് മനസ്സും ശരീരവും ഏകാഗ്രമാക്കുന്നതിനാണല്ലോ തപസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും തപസ് ചെയ്ത് ആ കുബേരനേക്കാൾ കെങ്കേമനാവും എന്ന് അമ്മയോട് പറഞ്ഞു. എന്നു കൽപ്പിച്ചു സഹോദരന്മാരുമായി ചെന്നു ഗോകർണം പ്രവേശിച്ചു മൂവരും. 3 സഹോദരന്മാരും കൂടി നേരെ ഗോകർണത്തിലേക്ക് പോയി. സാരസ സംഭവൻ തന്നെ നിനച്ചതിഘോരമായുള്ള തപസ്സു തുടങ്ങിനാർ. 3 പേരും ഘോരമായ തപസ് തുടങ്ങി. ആരെയാണ് തപസ് ചെയ്തത്? ആരെ നനച്ചാണ്? സാരസ സംഭവൻ, താമരയിൽ ഉണ്ടായവനായിരിക്കുന്ന ബ്രഹ്മാവിനെ ആണ് തപസ് ചെയ്തത്. പഞ്ചദ്വയാനനൻ ഗ്രീഷ്മകാലത്തിങ്കൽ പഞ്ചാഗ്നി മധ്യസ്ഥനായ ഏകനിഷ്ഠയാ, ശീതകാലത്തിങ്കലാകണ്ഠമഗ്നനായി മേദുരവൃഷ്ടികാലേ നനഞ്ഞും മുതാ സൂര്യബിംബേ നിജനേത്രമുറപ്പിച്ചു ധൈര്യേണ കുംഭകർണൻ മരുവീടിനാൻ. ആ 3 പേരും എങ്ങനെയൊക്കെയാണ് തപസ് ചെയ്തത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുവാനായിട്ട് എന്നിവിടെ പറയുകയാണ്. അതിൽ പഞ്ചദ്വയാനനൻ 5 × 2 10 മുഖമുള്ളവൻ എങ്ങനെയാ തപസ് ചെയ്തത്? ഗ്രീഷ്മകാലത്തിങ്കൽ, വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യസ്ഥനായ ഏകനിഷ്ഠയാ, ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി പഞ്ചാഗ്നി മധ്യത്തിൽ. പഞ്ചാഗ്നി എന്ന് പറയുമ്പോൾ 4 വശവും തീയും മുകളിൽ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനും. അങ്ങനെ എത്ര കഠിനമായിരിക്കും അങ്ങനെ നിൽക്കാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്ര കഠിന തപസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. ശീതകാലത്തിങ്കൽ ആകണ്ഠമഗ്നനായി, തണുത്ത് വിറയ്ക്കുന്ന സമയത്ത്, തണുപ്പുള്ള സമയത്ത് കഴുത്തും വരെയുള്ള വെള്ളത്തിലിറങ്ങി നിന്നിട്ട് തപസ് ചെയ്യുകയാണ്. മേദുരവൃഷ്ടികാലേ നനഞ്ഞും,
അതിഭയങ്കര മഴയുള്ള സമയത്ത് എപ്പോഴും നനഞ്ഞ്, അതായത് ഒരു മാറ്റവും ഇല്ല, യാതൊരു വ്യത്യാസവും ഇല്ല, ഒരു ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യം. പിന്നെ സൂര്യബിംബേ നിജ നേത്രമുറപ്പിച്ച് ധൈര്യേണ കുംഭകർണൻ മരുവീടിനാൻ. കുംഭകർണനാണെങ്കിൽ സൂര്യൻ അഭിമുഖമായിട്ട് എപ്പോഴും ഇങ്ങനെ നിന്നാണ് തപസ് ചെയ്യുന്നത്. അടുത്ത ആളെ എങ്ങനെയാ നോക്കാം. ബ്രഹ്മസ്വരൂപവും ധ്യാനിച്ചു സന്തതം നിർമ്മലനായ വിഭീഷണൻ മേവിനാൻ. ശുദ്ധഹൃദയനായ ഭാഗവതോത്തമനായ വിഭീഷണൻ ബ്രഹ്മത്തെ മാത്രം ധ്യാനിച്ചു. യാതൊരാഗ്രഹവുമില്ലാതെ ആ പരബ്രഹ്മത്തിൽ മാത്രം ലയിച്ച് തപസ് ചെയ്യുകയാണ് വിഭീഷണൻ. അങ്ങനെ ചെന്നു 10,000 എങ്ങും വിധാതാവിനെ കണ്ടതില്ലല്ലോ. അങ്ങനെ 10,000 ആണ്ട് കഴിഞ്ഞു, ബ്രഹ്മാവോട്ട് എത്തിയില്ല. അന്നു ദശാനനൻ തന്റെ തലകളിൽ ഒന്നറുത്തഗ്നിയിലാഹുതിയാക്കിനാൻ. 10 തലയുണ്ട്, അതുകൊണ്ട് ഒരു തലയർത്താലൊന്നും ജീവന് ഹാനിയൊന്നും വരില്ല. അപ്പോൾ 10,000 വർഷം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാഞ്ഞ് ദശാനനൻ മൂത്തവൻ തന്റെ തലയിൽ ഒന്നറുത്തിട്ട് തീയിൽ ഹോമിച്ചു. അങ്ങനെ 1,000 പാർത്തിയിടിനാനിങ്ങനെ നായകനായ ദാതാവിനെ കാണാഞ്ഞ് അഗ്നിയിലാഹുതി ചെയ്താനൊരു തല. പിന്നെയും 1000 പാർത്തിയിടിനാൻ. 1,000 വർഷം കഴിഞ്ഞപ്പം ബ്രഹ്മാവിനെ കാണാഞ്ഞ് വീണ്ടും ഒരു തല കൂടി അറുത്തു. അപ്പൊ 2 തല പോയി. 9,000 തല 9 ഹോമിച്ചു പാർത്താൻ ദശാനനൻ. 9,000 വർഷം അങ്ങനെ കഴിഞ്ഞു. ഓരോ തലയും അറുത്തു, 9 തലയും ഹോമിച്ചു. ഇനിയും ശേഷിച്ചത് പ്രധാനപ്പെട്ട ഒരു തലയേ ഉള്ളൂ. രാവണാദികളുടെ വരലാഭമാണ് ഇനി നമ്മൾ പാരായണം ചെയ്യുന്നത്. 19,000 ചെന്നളവുത്തമാങ്കം പിന്നെ ഒന്നുള്ളതും അവൻ ഖണ്ഡിപ്പതിന്നു വാളോങ്ങിയ നേരം ആഖണ്ഡലാദ്യന്മാരുമായ അബ്ജസംഭവൻ. സംഭ്രമത്തോടും ദശാനനൻ തന്നെ മുമ്പിലാമാറെഴുന്നള്ളി അരുൾ ചെയ്തു. 19,000 ഇങ്ങനെ കഴിഞ്ഞു. ആദ്യം ഒരു 10,000 വർഷം ഘോര തപസ് ചെയ്തു. പിന്നീട് രാവണൻ എന്ന പേരായിട്ടില്ലിപ്പോൾ, ദശമുഖൻ എന്ന് തന്നെ ഉള്ളൂ. രാവണൻ എന്നുള്ള പേര് പിന്നീടാണ് വരുന്നത്. അപ്പോൾ അത് പിന്നെ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ദശമുഖൻ ഓരോ തലയും അറുത്തിട്ട് ഓരോ 1000 വർഷം വീണ്ടും തപസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 9 തലകളും അറുത്തു. അപ്പോൾ മൊത്തം 19,000 വർഷമായി തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്ത് ചെയ്തു? ശേഷിച്ച ഒരു തലയും കൂടി അറുക്കാൻ വാളോങ്ങുമ്പോൾ ദാ വരുന്നു ആര്? അബ്ജസംഭവൻ, താമരയിൽ ഉണ്ടായവൻ. ആരോടുകൂടിയാണ്? ആഖണ്ഡലാദ്യന്മാരുമായിട്ട്. ആഖണ്ഡൽ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനുണ്ട്, ചിലപ്പം ശിവനെയും പറയും. എന്തായാലും അങ്ങനെയുള്ള ഇന്ദ്രാദി ദേവകളുമായിട്ടാണ് ബ്രഹ്മാവ് ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്. എന്നിട്ട് ഘോര തപസ് ചെയ്യുന്ന 3 സഹോദരന്മാരുടെയും അടുത്ത് വന്നിട്ട് പറയുകയാണ്. പ്രധാനമായിട്ടും തലയറുത്തത് ആരാണ്? ദശാനനൻ. ദശാനനോട് പറയുകയാണ്, വീര മതി മതി സാഹസമിങ്ങനെ പോരുമഭിമതം ചൊല്ലു ഞാൻ നൽകുവൻ. വീര,
വീരശൂരപരാക്രമിയായിരിക്കുന്ന രാവണനെ വിളിക്കുകയാണ്, ദശമുഖനെ വിളിക്കുകയാണ്, വീരാ എന്ന്. ബ്രഹ്മാവ്, മതി മതി, നിന്റെ ഈ ധൈര്യപരാക്രമണങ്ങളൊക്കെ മതി, നിനക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചൊല്ലൂ, അത് ഞാൻ തരാം എന്നരുൾ ചെയ്ത വിരിഞ്ചനെ വന്ദിച്ചു ചൊന്നാൻ ദശമുഖൻ തന്നുടെ വാഞ്ചിതം. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി തൻ്റെ തപസ്സാഫല്യം വന്നു ചേർന്നു എന്ന് മനസ്സിലാക്കി തൻ്റെ ആഗ്രഹം അറിയിച്ചു, വാഞ്ചിതം അറിയിച്ചു. ദേവഗന്ധർവാസുരോരകാദ്യന്മാരിലേവരാലും ഞാൻ അവധ്യനായിടണം. എന്താണ് ആദ്യം ആവശ്യപ്പെട്ടത്? ദേവന്മാരോ ഗന്ധർവന്മാരാലോ അസുരന്മാരാലോ ഉരകന്മാരാലോ ആരാലും ഞാൻ വധിക്കപ്പെട്ടുകൂടാ. പിന്നെ എന്നു വേണ്ട നരന്മാരാൽ എനിക്കന്യരാൽ മൃത്യു വരാതെ ഇരിക്കണം. ദശമുഖൻ അറിയാം നരന്മാര് മനുഷ്യകീടങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന്. അപ്പം മനുഷ്യരല്ലാത്ത ആരാലും എന്നെ വധിക്കാൻ സാധ്യമാകരുത്. എല്ലാം നിനക്കൊത്തവണ്ണം വരികെന്നു ചൊല്ലി വിരവോടു കുംഭകർണാന്തികേ ചെന്നു വരം കൊടുപ്പാൻ തുടങ്ങും വിധോ നന്നായി തൊഴുതപേക്ഷിച്ചു ദേവകൾ. അങ്ങനെ രാവണന് വേണ്ടുന്ന വരങ്ങളൊക്കെ കൊടുത്തു. ബ്രഹ്മാവ് ഇനി കുംഭകർണന്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ദേവകൾ എന്താണ് പറഞ്ഞത്? വൃന്ദാരകാനുജന്മാരെ വൻപിനോടൊന്നിച്ചു പത്തിനെ തിന്നാനൊരു ദിനം ദേവാംഗനമാരിലേഴുപേരെ തിന്നാനാവോളമോർത്തു വേണം വരം നൽകുവാൻ. ഈ കുംഭകർണൻ സാധാരണക്കാരനൊന്നുമല്ല. അനുചരന്മാര് ദേവന്മാരുടെ സഹായികളായ 10 പേരെയാണ് ഇവൻ ഒന്നിച്ചു തിന്നത്. അതുപോലെ ദേവനാരിമാരെ 7 പേരെയാണ് തിന്നത്. അപ്പൊ അതൊക്കെ അറിഞ്ഞു വേണം അങ്ങ് വരം കൊടുക്കാൻ എന്നൊരു മുന്നറിയിപ്പ് വിരിഞ്ചൻ കൊടുത്തു. വാനവർ വാക്കുകൾ കേട്ടു വിരിഞ്ചനും വാണി ഭഗവതിയോടരുൾ ചെയ്തിതു. കുംഭകർണൻ നാവിനഗ്രേ വസിച്ചു നീ സംഭ്രാന്തി വാക്കിനുണ്ടാക്കി ചമയ്ക്കണം. അല്പനേരം ബ്രഹ്മാവ് ചിന്തിച്ചു. ഉടൻ തന്നെ ആ സരസ്വതി ദേവിയോട് ബ്രഹ്മാവ് പറയുകയാണ്, നീ പോയിട്ട് കുംഭകർണന്റെ നാവിൽ വസിച്ച് അവൻ പറയുന്നതിൽ ഒരു വിഭ്രാന്തി വരുത്തി തീർക്കണം. അവൻ ഉദ്ദേശിക്കുന്ന വാക്ക് പുറത്തോട്ട് വരരുത്, അത്ര മതി. ഇനി എന്താണ് ചോദിച്ചത് എന്ന് നമുക്ക് നോക്കാം. എന്നതേരം കുംഭകർണ ജിഹ്വാഞ്ചലേ ചെന്നു പുക്കിടിനാൽ വാണിയും തൽക്ഷണേ. വിരിഞ്ചൻ പറഞ്ഞത് കേട്ടിട്ട് സരസ്വതി ദേവി അങ്ങനെ ആ കുംഭകർണന്റെ നാവിൽ വസിച്ചു. കുംഭകർണൻ തന്നോട് അന്നേരം ആദരാൽ അംഭോജ സംഭവൻ താനുമരുൾ ചെയ്തു. എന്തഭീഷ്ടം തവ ചൊൽകുന്നതു കേട്ടു വന്ദിച്ചു കുംഭകർണൻ പറഞ്ഞിടിനാൻ. എന്താണ് നിനക്ക് ആവശ്യം ഉള്ളത്, അത് ആ വരം നീ ചോദിച്ചോളൂ എന്ന് ബ്രഹ്മാവ് കുംഭകർണനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവിനെ വന്ദിച്ചുകൊണ്ട് കുംഭകർണൻ എന്താണ് പറഞ്ഞത്? നിദ്രത്വമാശു നൽകേണമടിയന് വിദ്രുതം മറ്റൊന്നു വേണ്ടിയില്ല ദൈവമേ. പ്രഭോ, എനിക്ക്
നിദ്രത്വം മതി, മറ്റൊരു കാര്യം എനിക്ക് വേണ്ട, ഉറക്കം മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഉള്ളിൽ തോന്നിയത് എന്താണ്? നിർദ്ദേവത്വം എന്നാണ് ഉള്ളിൽ തോന്നിയതും അതാണ് പറയാൻ തുടങ്ങിയതും. പക്ഷേ ഇവിടെ നാക്ക് പിഴച്ചുപോയി. നിർദ്ദേവത്വം എന്നുള്ളത് നിദ്രത്വം എന്നായി, നിദ്രാവത്വം എന്നോ മറ്റോ ആയിപ്പോയി. അതോടുകൂടി മുഴുവനും പിഴച്ചു. ബ്രഹ്മാവ് വരവും കൊടുത്തു. അങ്ങനെ തന്നെ വരികെന്നരുൾ ചെയ്തു മംഗലാത്മാവാം വിഭീഷണൻ തന്നുടെ സന്നിധൗ ചെന്ന നേരം ഭക്തിപൂർവകം സംപ്രീതി പൂണ്ടു നമസ്കരിച്ചിടിനാൻ. അത് കഴിഞ്ഞിട്ട് കുംഭകർണന് ആവശ്യപ്പെട്ട വരം കൊടുത്തു. പിന്നെ വിഭീഷണന്റെ അടുത്ത് പോയി. വിഭീഷണൻ ബ്രഹ്മാവിനെ കണ്ട് ആകപ്പാടെ പരിഭ്രമിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു. ഭക്തി വിശ്വാസ ഗുണഗണം കാൺകയാൽ പങ്കജ സംഭവനേവമരുൾ ചെയ്തു. വിഭീഷണന്റെ ആ ഭക്തിയും വിശ്വാസവും ഒക്കെ കണ്ടിട്ട് ആ പങ്കജസംഭവൻ, താമരയിലുണ്ടായവനായ ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു: വേണ്ടും വരം ഞാൻ തരുവൻ പറക നീ, വേണ്ട വിഷാദവും ഒന്നിനും മനസ്സേ. നിനക്കാവശ്യമുള്ള എന്തു വരവും ചോദിച്ചു, യാതൊരു മടിയും വേണ്ട, യാതൊരു വിഷമവും വേണ്ട, അത് ഞാൻ തരാം നിനക്ക്. സന്തുഷ്ടനാം നിന്തിരുവടി തന്നെ നന്ദികെ കാണായ മൂലമടിയനു വന്നത് വേണുന്നതൊക്കവേ കേവലം വന്ദേ പദാംബുജം പിന്നെയും പിന്നെയും. അങ്ങനെയാണ് ശുദ്ധമനസ്കന്മാർ, ഭാഗവതോത്തമന്മാർ എന്താ പറഞ്ഞത്? അങ്ങേ എൻ്റെ മുന്നിൽ കണ്ടത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ വരം. എൻ്റെ അഭീഷ്ടം മുഴുവൻ സാധിച്ചു, മറ്റൊന്നും എനിക്ക് വേണ്ടാന്ന്. എങ്കിലും ഇന്നും ഒരു വരം നൽകേണമാദരാൽ എന്നുമേ ധർമ്മസ്ഥിതി പിഴയായികയും. എങ്കിലും ഞാനൊരു വരം അങ്ങയോട് ചോദിക്കുകയാണ്. ഒരിക്കലും ധർമ്മത്തിന് കോട്ടം സംഭവിക്കരുത്. ശ്രീപാദഭക്തിക്കിളക്കമില്ലായ്കയും പാപകർമ്മങ്ങളിൽ വൈമുഖ്യഭാവവും ഏവം ഭവിപ്പാൻ അനുഗ്രഹം നൽകണം ദേവദേവേശ. നമസ്കാരമെപ്പോഴും. ധർമ്മത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാൻ എനിക്ക് തോന്നരുത്. പിന്നെയോ ഭഗവാന്റെ ആ പാദഭക്തിയിൽ ഒരു ചഞ്ചലവും ഒരു ഇളക്കവും ഉണ്ടാകരുത്. അചഞ്ചല ഭക്തിയായിരിക്കണം എന്നുള്ളിൽ ഉണ്ടാവേണ്ടത്. പിന്നെന്താണ് പറഞ്ഞത്? പാപകർമ്മങ്ങളിൽ എനിക്കൊരിക്കലും രതി ഉണ്ടാവരുത്, അതിനോട് എപ്പോഴും വൈമുഖ്യം ഉണ്ടാകണം. അങ്ങനെ എന്നെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് എപ്പോഴും എപ്പോഴും നമസ്കാരം. ദേവദേവനായിരിക്കുന്ന ബ്രഹ്മാവിന് എപ്പോഴും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ആഗ്രഹം ആ ബ്രഹ്മാവിൽ സമർപ്പിച്ചു. നമ്മൾക്കും ഈ വരങ്ങൾ മാത്രം എപ്പോഴും ഭക്തിപൂർവം ഭഗവാനോട് ആവശ്യപ്പെടാം. ഇന്നത്തെ പാരായണം ഇവിടെ സമ്പൂർണമാക്കുകയാണ്. ഭഗവാൻ തീർച്ചയായിട്ടും ബ്രഹ്മാവ് ആ വരം വിഭീഷണന് അരുളിക്കാണും. അത് നമുക്കിനിയും അടുത്ത ദിവസം പാരായണം ചെയ്ത് ചർച്ച ചെയ്യാം.
ഓ പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.